മരിക്കാറായി കിടക്കുന്ന രാജാവ്. രാജാവിന് രണ്ടാൺമക്കളുണ്ട്. അതിൽ ഇളയ മകൻ ജീവനോടെയില്ല. പക്ഷേ അത് സ്വന്തം മകനല്ല എന്ന് രാജാവിന് ഉറപ്പാണ്. മരിക്കും മുൻപ് തന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടണം. എങ്കിൽ മാത്രമേ സമാധാനമായിട്ട് രാജാവിന് മരിക്കാൻ കഴിയൂ. രാജാവിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? അത് രാജാവിന്റെ മകൻ തന്നെയാണോ എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് റാവു ബഹദൂർ എന്ന സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കാനും മറക്കരുതേ. കഥ ആരംഭിക്കുന്നത് 70 കാലഘട്ടത്തിലെ ഒരു കൊട്ടാരം കാണിച്ചുകൊണ്ടാണ്. ആ കൊട്ടാരത്തിലേക്ക് ഒരു ചെറിയ കുട്ടി വരുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോയൊക്കെ വളരെ സങ്കടത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. അതിൽ നിന്നും അവനെ ആരും തന്നെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. എന്നാൽ അതേ സമയം തന്നെ കൊട്ടാരത്തിനുള്ളിലേക്ക് കുറെ വേരുകൾ വരികയും ആ വേരുകൾ കുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ട് പോവുകയും ചെയ്യുന്നു. ആ സീൻ അവിടെ കട്ടായി രാജാവായിട്ടുള്ള ഭുവനത്തിനെയാണ് കാണിക്കുന്നത്. ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു ആ കൊട്ടാരത്തിൽ. പക്ഷെ എല്ലാവരും മരണപ്പെട്ടു പോയി. അവസാനത്തെ രാജാവാണ് ഭുവനം റാവു ബഹദൂർ. ഭുവനമാണെങ്കിലോ ഞെട്ടി ഉണരുകയാണ്. സത്യത്തിൽ ആ കുട്ടിയെ വേരുകൾ വലിച്ചഴിച്ചു കൊണ്ട് പോകുന്നത് ഭുവനം കണ്ട സ്വപ്നമായിരുന്നു. സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന ഭുവനം എനിക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം വേണമെന്ന് പറഞ്ഞ് വല്ലാതെ ടെൻഷനാവുകയും ഭുവനം ബോധം കിട്ടു വീഴുകയും ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ഭുവനത്തിനുള്ള ഫുഡുമായിട്ടെത്തുന്ന ജോലിക്കാരിയാണ് ഭുവനം ബോധം കെട്ട് കിടക്കുന്നത് കാണുന്നത്. ജോലിക്കാരി ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ വിവരമറിയിക്കുകയും ചെയ്യുന്നു. അതേ ഹോസ്പിറ്റലിലാണ് ആചാരി എന്നൊരു ഡോക്ടർ ഉള്ളത്. ഡോക്ടറാണെങ്കിലോ ഭുവനത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഡോക്ടറിനെയും ഭുവനത്തിന്റെ വിവരം അറിയിക്കുന്നു. ഉടനെ തന്നെ ഡോക്ടർ ഭുവനത്തിനെ കാണുവാൻ വേണ്ടിയിട്ട് വരികയാണ്. വരുന്ന വഴിയിൽ ഭുവനത്തിന്റെ മകനായ ലാവണയും ഈ ഒരു വിവരം അറിയിക്കുന്നുണ്ട്. ഭുവനത്തിന് ഏകദേശം 50 വയസ്സ് പ്രായം വരും. ഭുവനത്തിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്ന് കുടിച്ച് കുടിച്ച് ദേ ഇപ്പോൾ ലിവറും ഡാമേജ് ആയിരിക്കുക. ഇത്രയും നാള് ഈ മനുഷ്യൻ എങ്ങനെ ജീവിച്ചു എന്നാണ് ഡോക്ടർമാർ വരെ ചിന്തിക്കുന്നതും. ആ ഒരു കാര്യം ആചാര്യോട് പറയുന്നുണ്ട്. ഞാനൊന്ന് അവനെ പോയി കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞാണ് ആചാരി നേരെ ഭുവനത്തെ കാണുവാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിലേക്ക് എത്തുന്നത്. കൊട്ടാരത്തിലേക്ക് എത്തിയ ആചാരി ഭുവനത്തിന്റെ ഭാര്യയെ രേണുകയെ കുറിച്ച് അന്വേഷിക്കുന്നു. രേണുക റൂമിൽ നിന്നും പുറത്തേക്കൊന്നും വരാറില്ല എന്നാണ് ജോലിക്കാരിയുടെ മറുപടി. അങ്ങനെ ആചാരി ഭുവനത്തെ കാണുവാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. ഭുവനത്തിന്റെ അവസ്ഥ വല്ലാതെ മോശമായിരുന്നു. മാത്രമല്ല വല്ലാത്ത ടെൻഷനിലുമാണ് ഭുവനം ഇരിക്കുന്നത്. അതിന് കാരണം എന്തെന്നാൽ ഭുവനത്തിന് 2 ആൺമക്കളുണ്ട്. മൂത്തത് ലാവണ. എന്നാൽ രണ്ടാമത്തെ മകൻ ഭുവനത്തിന്റെ ഒരു ഛായയുമില്ല. ആ ഒരു കുടുംബത്തിലുള്ള ഒരാളുടെയും ചേലയില്ല. അതുകൊണ്ട് തന്നെ ഭുവനത്തിന് ഭാര്യയെ വല്ലാത്ത സംശയമാണ്. വേറെ ആരിലെങ്കിലും ഭാര്യയ്ക്ക് ജനിച്ച മകനാണോ അതെന്നുള്ള സംശയം ഭുവനത്തിന് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ DNA ടെസ്റ്റ് നടത്തണമെന്നൊക്കെയാണ് ആചാര്യോട് ഭുവനം പറയുന്നത്. ഭുവനത്തിന്റെ രണ്ടാമത്തെ മകനെയാണ് ഭുവനം അന്ന് സ്വപ്നത്തിൽ കണ്ടതും. ഭുവനത്തിന് എങ്ങനെയെങ്കിലും DNA ടെസ്റ്റ് നടത്തണം, അത് നടത്തിയേ മതിയാകുമെന്ന വാശിയിലാണ്. നീ എങ്ങനെയെങ്കിലും DNA ടെസ്റ്റ് നടത്തി തരണമെന്ന് ആചാര്യോട് പറയുമ്പോൾ കുഴിച്ചുമൂടിയ ബോഡി വീണ്ടും തോണ്ടിയെടുത്ത് അത് ടെസ്റ്റിനൊക്കെ അയക്കുന്നത് ബോഡിയെ അപമാനിക്കും വിധമാണെന്നായിരുന്നു ആചാര്യയുടെ മറുപടി. അത് കേട്ടതും ഭുവനത്തിന് വല്ലാതെ ദേഷ്യം വരികയും ആചാര്യ അവിടെ നിന്നും ഇറക്കി വിടുകയും ചെയ്യുന്നു. ആചാര്യക്കാണെങ്കിലോ ഭുവനത്തിന്റെ മാനസികാവസ്ഥ ഇപ്പോൾ നന്നായിട്ടറിയാം. മെന്റലി അയാൾ ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നു എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ വലുതായിട്ടൊന്നും പ്രതികരിക്കാതെ ആചാര്യ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. പോകുവാനായി ഒരുങ്ങുന്ന സമയത്ത് തന്നെ രേണുകയെ കാണുവാനായിട്ട് ശ്രമിക്കുമെങ്കിലും രേണുക ഒന്ന് സംസാരിക്കുവാൻ പോലും ആചാര്യയോട് കൂട്ടാക്കുന്നതേയില്ല. ചെറിയൊരു വാതിലിലൂടെയാണ് ആരെങ്കിലുമായിട്ടൊക്കെ രേണുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ വാതിൽ രേണുക ക്ലോസ് ചെയ്ത് കളയുന്നു. അതിനുശേഷം ആചാര്യ നേരെ വരുന്നത് ഭുവനത്തിന്റെ മകനായ ലാവണയ്ക്കടുത്തേക്കാണ്. ലാവണയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ലാവണ ഇപ്പോൾ വിദേശത്തേക്ക് പോകുവാനായി ശ്രമിക്കുകയാണ്. നീ നിന്റെ അച്ഛനോടൊപ്പം നിന്ന് അച്ഛനെ നീ കെയർ ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ ആചാരി പറയുമ്പോൾ എന്റെ അച്ഛന്റെ ആവശ്യം എന്താണ്? അച്ഛനിപ്പോൾ DNA ടെസ്റ്റ് നടത്തണം. അച്ഛന്റെ മനസ്സിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കണ്ടുപിടിച്ചു കൊടുക്കണം. അച്ഛന്റെ ആഗ്രഹം എനിക്ക് നിറവേറ്റണമെന്നതായിരുന്നു ലാവണയുടെ മറുപടി. അച്ഛനും ഇങ്ങനെ മകനും ഇങ്ങനെ എന്ന് ചിന്തിച്ചാണ് ആചാരി അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ ആചാരിയും ലാവണയും സംസാരിക്കുന്നതെല്ലാം മുകളിൽ നിന്ന് ഭുവനം കേൾക്കുന്നുണ്ടായിരുന്നു. ഭുവനം തന്നെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. ഭുവനം ഏകദേശം ഒരു 10, 20, 25 വയസ്സ് പ്രായമുള്ള സമയം. ഈ ഭുവനം ഒരു പ്ലേ ബോയ് ആയിരുന്നു. പല പല നാടുകൾ സഞ്ചരിക്കും, പല സ്ത്രീകളെയും പരിചയപ്പെടും, അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കും, ആവശ്യം കഴിഞ്ഞാൽ പൊടിയും തട്ടിപ്പോകും. ഇതായിരുന്നു പുള്ളിക്കാരന്റെ പരിപാടി. ഭുവനത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഈ ആചാര്യാണ്. ആചാര്യയുടെയും ഭുവനത്തിന്റെ അച്ഛന്മാർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും പരിചയമായതും. ആചാര്യ ഭുവനത്തെ കാണുവാൻ വേണ്ടിയിട്ട് വന്നിട്ട്, നിന്റെ അച്ഛന്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം നീ ഒന്ന് വിവാഹം കഴിച്ച് കാണണം. അനന്തരാവകാശികൾ ഉണ്ടാകണമെന്ന് നിന്റെ അച്ഛന് നല്ല ആഗ്രഹമുണ്ട്.
അച്ഛന്റെ ആഗ്രഹം നീ സാധിച്ചു കൊടുക്കണമെന്നും ആചാരി പറയുമ്പോൾ അച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ വിവാഹം കഴിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അച്ഛനെ പക്ഷേ ഞാൻ നന്നായിട്ട് നോക്കിക്കൊള്ളാമെന്നതായിരുന്നു ഭുവനത്തിന്റെ മറുപടി. ആ സീൻ അവിടെ കട്ടായി. ഇതെല്ലാം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഭുവനത്തെയാണ് കാണിക്കുന്നത്. ഭുവനത്തിനാണെങ്കിലോ എങ്ങനെയെങ്കിലും തന്റെ മരിച്ചുപോയ മകനായ കസമയുടെ റൂമിലേക്ക് കടക്കണം. ഈ കസമയാണ് അന്ന് ഭുവനം സ്വപ്നം കണ്ടത്. ഒരു വേര് വന്ന് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കുട്ടിയെ കണ്ടില്ലേ, അത് ഈ കസമ്മ തന്നെയാണ്. കസമ്മ മരണപ്പെട്ടു പോയല്ലോ. കസമ്മയ്ക്കായിട്ടുള്ള റൂമിലേക്ക് എത്തുകയാണ് ഭുവനം. ആ മുറി മുഴുവൻ പരിശോധിക്കുന്നു. എന്തെങ്കിലും കിട്ടുമോ എന്നറിയുവാൻ വേണ്ടിയിട്ടാണ് റൂം മുഴുവൻ പരിശോധിക്കുന്നത്. പക്ഷെ ഒന്നും തന്നെ കിട്ടത്തില്ല. അതേസമയം റൂമിന്റെ ഒരു വശത്തായിട്ട് ഒരു രൂപം കാണുന്നു. ആ രൂപത്തിനെ രേണുകയെ പോലെ ഭുവനത്തിന് തോന്നുകയാണ്. രേണുക എങ്ങനെ ഇവിടെ വരാനാന്നൊക്കെ ഭുവനം ചിന്തിക്കും. കാരണം ഈ രേണുക റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാറില്ലല്ലോ. ആ രൂപത്തിനടുത്തേക്ക് ഭുവനം വന്ന് നോക്കുമ്പോഴോ അത് രേണുക തന്നെയായിരുന്നു. രേണുകയെ കണ്ട് ഭുവനം ഞെട്ടി നിൽക്കുകയാണ്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ ഭുവനത്തിന്റെ ജീവിതകഥയാണ് കാണിക്കുന്നത്. അച്ഛന് സുഖമില്ല എന്നറിഞ്ഞതോടുകൂടി ഭുവനം നാട്ടിലേക്ക് വരിക. വരുന്ന വഴിയിൽ വെച്ച് ഭുവനത്തിന്റെ അച്ഛനെ നോക്കുവാനായി പോകുന്ന ഹോം നഴ്സ് നടന്നു പോകുന്നത് ഭുവനം കാണുന്നു. അത് മറ്റാരുമല്ല, ഈ രേണുക തന്നെയാണ്. രേണുകയെ കണ്ട ഭുവനം കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നു. മനസ്സിലായല്ലോ, ഞാൻ നോക്കാൻ പോകുന്ന ആളിന്റെ മകനല്ലേ എന്നൊക്കെയാണ് രേണുക മറുപടി പറയുന്നത്. അങ്ങനെ ഭുവനം രേണുകയും കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. അച്ഛനടുത്തേക്ക് എത്തുന്ന ഭുവനം വല്ലാതെ സങ്കടപ്പെടുകയാണ്. അച്ഛന്റെ അവസ്ഥ വളരെ മോശമായിരിക്കുക. അച്ഛനവൻ പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നു. അതേസമയം അച്ഛനെ നോക്കുവാൻ വേണ്ടിയിട്ട് രേണുകയും എത്തുന്നുണ്ട്. ബി പി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ബി പി നല്ല ഹൈ ആയിട്ട് നിൽക്കുക. അച്ഛൻ ഈ അവസ്ഥയിലും എന്തൊക്കെയോ ആലോചിച്ച് ടെൻഷൻ അടിക്കുക. അതാ ഇത്ര ബി പി കൂടുതലെന്നൊക്കെ രേണുക ഭുവനത്തിനോട് പറയും. രേണുകയ്ക്ക് ആ ഒരു ബംഗ്ലാവിൽ കഴിയുവാനായിട്ട് ഒരു മുറിയും ജോലിക്കാർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പതിവ് പോലെ ഭുവനത്തെ കാണുവാൻ വേണ്ടിയിട്ട് ആചാരി എത്തുന്നു. ആചാരിയാണ് തന്റെ ക്ലിനിക്കിലുണ്ടായിരുന്ന രേണുകയെ ഭുവനത്തിന്റെ അച്ഛനെ നോക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടത്. ഭുവനവും ആചാരിയും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയം അവർക്ക് കുടിക്കുവാനായിട്ടുള്ള കോഫിയുമായിട്ട് അവിടേക്ക് രേണുക വരുന്നു. രേണുക ഭുവനത്തിനോട് കൂടുതൽ ഫ്രീഡത്തോടു കൂടി സംസാരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും ആചാരിക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. കാരണം ഭുവനവും രേണുകയും രണ്ട് തരത്തിലുള്ളവരാണ്, എന്ന് വെച്ചാൽ രണ്ട് കാസ്റ്റിലുള്ളവർ. അതുകൊണ്ട് തന്നെയാണ് ആചാരിക്ക് അത് അത്ര ഇഷ്ടമാകാത്തത്. പോകുവാനായി ഒരുങ്ങുന്ന ആചാരി രേണുകയോട് പ്രത്യേകം പറയുന്നുണ്ട്, ക്ലിനിക്കിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് നിന്നെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ ജോലി ചെയ്യണം, അല്ലാതെ നിന്റെ കുസൃതികളൊന്നും കാണിക്കരുതെന്ന് വിരട്ടിയിട്ടാണ് ആചാരി അവിടെ നിന്ന് പോകുന്നത്. ഓ പിന്നെ ഞാൻ എന്റെ ഇഷ്ടത്തിനെ ജീവിക്കൂ എന്നാണ് രേണുകയുടെ മട്ടും. അങ്ങനെ രേണുക പതിവ് പോലെ തന്നെ ജോലികളൊക്കെ നടത്തുകയാണ്. രേണുക ആചാരി പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാതെ രേണുക ഡാൻസ് ഒക്കെ കളിക്കുകയും ഒരു പാട്ട് പ്ലേ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അത് റൂമിൽ നിൽക്കുകയായിരുന്ന ഭുവനം കേൾക്കും. ഭുവനത്തിന്റെ അച്ഛന് വേണ്ടിയിട്ട് അവന്റെ അമ്മ പാടിക്കൊടുത്ത പാട്ടായിരുന്നു അത്. ആ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്ന പാട്ടാണ് ദേ ഇപ്പോൾ രേണുക ഇട്ടിരിക്കുന്നത്. അത് കേൾക്കുന്നതോടുകൂടി ഭുവനം വല്ലാതെ ഇമോഷണൽ ആകുന്നു. മാത്രവുമല്ല ഭുവനത്തിന് രേണുകയുടെ ചെറിയൊരു സ്നേഹമൊക്കെ തോന്നുകയാണ്. അടുത്ത ദിവസം അവരുടെ ആ ഒരു ബംഗ്ലാവിൽ ഒരു കുതിരയുണ്ട്. കുതിരയാണെങ്കിലോ വളരെ വികൃതിയാണ്. ആ കുതിരയുടെ മേൽ വലിഞ്ഞു കയറുകയാണ് രേണുക. എത്ര തന്നെ ജോലിക്കാരൻ പറഞ്ഞിട്ടും രേണുക കേൾക്കാതെയാണ് കുതിരപ്പുറത്ത് കയറിയതും. എന്നാൽ ആ കുതിര രേണുകയെ കൊണ്ടുവന്ന് തള്ളിയിടുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ കുതിര വികൃതിയാണെന്ന്, എന്നിട്ട് കേൾക്കാതെ കയറിയിട്ടല്ലേ ഇങ്ങനെയെന്നൊക്കെ ജോലിക്കാരൻ പറയുമ്പോൾ നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ വീടില്ലേ, പിന്നെയല്ലേ റെഡിയാകുന്നത്, അതുപോലെ തന്നെയാ ഇതുമെന്ന് രേണുക ജോലിക്കാരനോട് പറയുന്നു. ഇതെല്ലാം മാറി നിന്ന് കാണുകയാണ് ഭുവനം. ഭുവനത്തിന് രേണുകയുടെ സംസാരമൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നു. റൂമിലേക്ക് എത്തുന്ന രേണുക മുറിവിലൊക്കെ മരുന്ന് വെക്കുന്നതും ഭുവനം മാറി നിന്ന് കാണുകയാണ്. അവന് രേണുകയോടുള്ള ഇഷ്ടം കൂടി കൂടി വരുന്നു. അടുത്ത ദിവസം രേണുകയും ഭുവനവും കുതിരപ്പുറത്ത് സവാരി പോവുകയാണ്. രേണുകയ്ക്ക് അടുത്തൊരു പുഴയുണ്ട്. ആ പുഴയിൽ പോകണമെന്ന് നല്ല ആഗ്രഹം. എന്നാൽ ഭുവനത്തിന് നീന്തലും അറിയില്ല, വെള്ളമൊക്കെ നല്ല പേടിയാ. ആ ഒരു കാര്യം പറയുമ്പോഴോ രേണുക പറയുന്നത്, നിങ്ങളുടെ പേര് ഭുവനം റാവു ബഹദൂർ എന്നല്ലേ, അതിനർത്ഥം ധീരൻ എന്നല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് വെള്ളമൊക്കെ വലിയ പേടിയോ. ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് രേണുക പുഴയിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന തോണിയും എടുത്ത് രേണുക തുഴഞ്ഞു തുഴഞ്ഞു പോവുകയാണ്. ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് ഭുവനം. ഭുവനത്തിന് രേണുകയെ ഒരുപാട് ഇഷ്ടമാകുന്നു. ഭുവനത്തിന്റെ അച്ഛൻ അവന്റെ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് അമ്മയും അച്ഛനെ സ്നേഹിച്ചിരുന്നത്. ഭുവനത്തിനും തന്റെ അച്ഛനും അമ്മയും സ്നേഹിച്ച് ജീവിച്ചതുപോലെ രേണുകയെ കല്യാണം കഴിച്ച് സ്നേഹിച്ച് ജീവിക്കണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നു. വിവാഹമേ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ഭുവനം ദേ ഇപ്പോൾ വിവാഹത്തിന് തയ്യാറായിരിക്കുകയാണല്ലോ. ദിവസങ്ങൾ കഴിഞ്ഞു പോകെ ഭുവനത്തിനും രേണുകയ്ക്കും ഇടയിലുള്ള അടുപ്പം കൂടി
കൂടി വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഭുവനത്തിന്റെ അച്ഛൻ മരണപ്പെട്ടു പോവുകയാണ്. അതോടുകൂടി അവിടുത്തെ ജോലിയെല്ലാം അവസാനിച്ച രേണുക തിരികെ പോകുവാനായി ഒരുങ്ങുന്നു. തന്റെ സാധനങ്ങളെല്ലാം പറക്കി വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയം രേണുകയ്ക്കടുത്തേക്ക് എത്തിയ ഭുവനം തന്റെ ഇഷ്ടം തുറന്നു പറയുവാനായും തീരുമാനിക്കും. രേണുകയെ കൂട്ടിക്കൊണ്ട് അവൾ ആദ്യം പോയി പുഴയിലെ അവിടേക്ക് പോകുന്നു. ഭുവനത്തിന് വെള്ളമൊക്കെ നല്ല പേടിയാണെങ്കിലും രേണുകയോട് തന്റെ ഇഷ്ടം തുറന്നു പറയുവാൻ വേണ്ടിയിട്ട് അവൻ ആ ഒരു റിസ്ക് ഏറ്റെടുക്കുന്നു. എന്നിട്ട് അവളെയും കൊണ്ട് തോണി തുഴഞ്ഞു പോവുകയാണ്. ആ പുഴയിൽ വെച്ച് തന്നെ ഭുവനം രേണുകയെ തനിക്ക് ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കുവാനായിട്ട് താല്പര്യമുണ്ടെന്നും തുറന്നു പറയുന്നു. അത് കേട്ട രേണുക ആകെ ഷോക്കായി പോവുകയാണ്. അയ്യോ, എനിക്ക് മറ്റൊരു കാമുകനുണ്ടല്ലോ, അതുകൊണ്ട് ഇത് നടക്കില്ല എന്ന് രേണുക പറയുന്നു. അതിനുശേഷം രേണുക അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ഭുവനം ആകെ തകർന്നു പോകും. അതിനുശേഷം വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോവുകയാണ് ഭുവനം. വീട്ടിലുള്ള ജോലിക്കാരൊക്കെ ഭുവനത്തിനെ ഒരുപാട് സമാധാനിപ്പിക്കുവാനായി നോക്കുന്നു. പക്ഷെ എന്നിട്ടും രേണുകയെ എനിക്ക് കിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തിലാണ് ഭുവനം. ഭുവനത്തിന്റെ മനസാക്ഷി തന്നെ അവനോട് വന്ന് പറയുന്നുണ്ട്, നീ അവളോട് പ്രണയമാണെന്ന് പറഞ്ഞു, പക്ഷെ അവൾ റിജക്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് അവളെ വിട്ടുകൊടുക്കുവാനായി പോവുകയാണോ? നിനക്കവളെ ഇഷ്ടമല്ലേ? അവളിലൂടെ തന്നെ ഈ കുടുംബത്തിലെ അനന്തരാവകാശി ജനിക്കണം. അതിനു വേണ്ടിയിട്ട് നീ ട്രൈ ചെയ്യണമെന്നൊക്കെ അവന്റെ മനസാക്ഷി തന്നെ അവനോട് പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ ചാടി എഴുന്നേറ്റ ഭുവനം അവരുടെ രാജകുടുംബാംഗങ്ങൾ ധരിക്കുന്ന ഡ്രസ്സില്ലേ, ആ ഡ്രസ്സൊക്കെ ധരിച്ച് നേരെ പോകുന്നത് ആചാര്യയുടെ അടുത്തേക്ക്. എനിക്ക് രേണുകയെ ഇഷ്ടമാണ്, അവളെ എനിക്ക് വിവാഹം കഴിക്കണമെന്നൊക്കെ ആചാര്യയോട് ഭുവനം പറയുന്നു. നീ എന്താ ഈ വേഷത്തിലെന്നൊക്കെ ആചാര്യ ചോദിക്കുമ്പോൾ, നമ്മുടെ കുടുംബക്കാരൊക്കെ ഈ വസ്ത്രമല്ലേ ധരിക്കുന്നത്, അതുകൊണ്ടാ ഞാനും ഈ വേഷത്തിലെത്തിയെന്നായിരുന്നു ഭുവനത്തിന്റെ മറുപടി. ആ സീൻ അവിടെ കട്ടായി. രേണുകയ്ക്കടുത്ത് നിൽക്കുകയാണല്ലോ ദേ ഇപ്പോൾ പ്രസന്റിൽ ഭുവനം. ഊതിയൊക്കെ നോക്കുന്നു അത് രേണുകയാണോ എന്ന്. അത് ചിലപ്പോൾ തന്റെ തോന്നലാണെങ്കിലോ, അവൾ റൂമിൽ നിന്നൊന്നും വരുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ഭുവനം അവിടെ നിന്ന് പോകുന്നു. സത്യത്തിൽ രേണുക മുറിയിലുണ്ടായിരുന്നു. ഭുവനം കസമ്മയുടെ റൂമിൽ വന്നിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് രേണുക അവിടേക്ക് വന്നിരിക്കുന്നത്. രേണുക റൂമിൽ നിന്നും പുറത്തു വന്ന കാര്യമൊക്കെ ജോലിക്കാരികൾ വഴി ആചാര്യ അറിഞ്ഞിരിക്കുന്നു. ആചാര്യ ഉടനെ തന്നെ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. രേണുക പുറത്തു വന്നോ, എങ്കിൽ അവളോട് എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞാണ് ആചാര്യ വീട്ടിലേക്ക് എത്തുന്നത്. രേണുകയുടെ മുറിയിലേക്ക് എത്തി എത്ര തന്നെ കൊട്ടിയിട്ടും അവൾ വാതിൽ തുറക്കുന്നതേയില്ല. ഉടനെ തന്നെ ആചാരി ഭുവനത്തിനടുത്തേക്ക് പോകുന്നു. എന്നാൽ അവിടെ എത്തുന്ന ആചാരിക്ക് ഭുവനം ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടതും ആചാരി ഷോക്കായി പോവുകയാണ്. എന്തെന്നാൽ തലേ ദിവസം ഭുവനം കിടന്നുറങ്ങിയ സമയം ഫോട്ടോയിൽ നിന്നും ഭുവനത്തിന്റെ മകൻ പുറത്തേക്ക് വരുന്നു. അതെല്ലാം ഭുവനത്തിന്റെ തോന്നലായിരിക്കാം. പുറത്തേക്ക് വന്ന മകനാണെങ്കിൽ, അച്ഛാ, ഞാൻ അച്ഛന്റെ മകനാണെന്ന് ഭുവനത്തിനോട് പറയുന്നു. അല്ല, നീ എന്റെ മകനല്ല എന്ന് ഭുവനം ഉറപ്പിച്ച് പറയും. എന്നാൽ ആ ഒരു പയ്യൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛന്റെ മകനാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് അച്ഛന്റെ ഉത്തരവാദിത്തമാണെന്ന് മകൻ പറഞ്ഞു. ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം മകൻ തിരിച്ച് ഫോട്ടോയിലേക്ക് പോയി. അതോടുകൂടി ഭുവനത്തിന് വല്ലാതെ ടെൻഷൻ ആവുകയാണ്. അടുത്ത ദിവസം തന്റെ മൂത്ത മകനെടുത്തെത്തിയിട്ട്, ഞാനിതുപോലെ നിന്റെ അനുജനെ കണ്ടിരുന്നു, അവൻ എന്നോട് വന്ന് പറഞ്ഞത് അവന് നല്ല രീതിക്ക് മരണാനന്തര ചടങ്ങുകളൊന്നും നടത്തിയില്ല, അതുകൊണ്ട് നല്ല രീതിക്ക് ചടങ്ങൊക്കെ നടത്തണം, നമുക്ക് വീണ്ടും കുഴി തോണ്ടി അവന്റെ അസ്ഥികൂടം പുറത്തെടുത്തതിന് ശേഷം ചടങ്ങൊക്കെ നന്നായിട്ട് നടത്തി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാമെന്നുള്ള കാര്യം ഭുവനം പറയുന്നു. അതിന് മൂത്ത മകൻ സമ്മതിക്കുന്നതേയില്ല. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മൂത്ത മകൻ ചോദിക്കുമ്പോൾ, അല്ലെങ്കിലും നിനക്ക് നിന്റെ സഹോദരനോട് ഒരു തരത്തിലുള്ള സ്നേഹവുമില്ല, അതെനിക്ക് പണ്ടേ തോന്നിയിരുന്നു, അതുകൊണ്ടല്ലേ നീ ഇതിന് സമ്മതിക്കാത്തതെന്ന് ഭുവനം ചോദിക്കുമ്പോൾ, അത് കേട്ട മൂത്ത മകന് വല്ലാതെ സങ്കടം വരുന്നു. അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കെന്റെ അനുജനോട് സ്നേഹം തന്നെയായിരുന്നു എന്നാണ് ലാവണ്യയുടെ മറുപടി. എന്നിട്ട് ഭുവനത്തിന്റെ ആവശ്യം അംഗീകരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ കുഴി തോണ്ടുവാൻ വേണ്ടിയിട്ടും മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തുവാൻ വേണ്ടിയിട്ടും കുറച്ച് ആളുകൾ വരുന്നു. അവരൊക്കെ കുഴി തോണ്ടുകയാണ്. ആ സമയം ആരും അറിയാതെ അസ്ഥികൂടത്തിൽ നിന്ന് ഒരു പല്ലും വിരലിന്റെ എല്ലും ഒടിച്ചെടുക്കുന്നു. എന്നിട്ട് മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തി അസ്ഥികൂടം മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു എല്ലും പല്ലുമാണ് ദേ ഇപ്പോൾ ഭുവനം ആചാര്യയെ കാണിക്കുവാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. അത് കണ്ട് ആചാര്യ ഞെട്ടി നിൽക്കുകയാണ്. സത്യത്തിൽ ഈ ഭുവനമാണെങ്കിലോ ലാവണയ്ക്കടുത്ത് വന്ന് വെറും നാടകം കളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഫോട്ടോയിൽ നിന്ന് ഇറങ്ങി വന്നു എന്നുള്ളതൊക്കെ വെറും അഭിനയമായിരുന്നു, അതൊക്കെ ചുമ്മാ പറഞ്ഞതാ. എങ്ങനെയെങ്കിലും ഭുവനത്തിന് ആ ഒരു കുഴി തോണ്ടി അതിൽ നിന്നും തനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പുറത്തെടുക്കണം, അതിനുവേണ്ടി കളിച്ച വെറും ഒരു നാടകം മാത്രമായിരുന്നു അത്. ഇതെല്ലാം ഇപ്പോൾ ആചാര്യ അറിയുമ്പോൾ ഷോക്കായി നിൽക്കുക. ദേ, നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ, ഇത് വെച്ച് DNA ടെസ്റ്റ് നടത്തുവാനായിട്ടും ഭുവനം ആവശ്യപ്പെടുന്നു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതാ ഒരു ഡെഡ് ബോഡിയോട് കാണിക്കുന്ന വെറും മോശമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ ആചാരി പറയുന്നു. എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് ആചാരി പറയുമ്പോൾ ആചാര്യ ഭുവനം നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ദേഷ്യം വന്ന ആചാരി ഭുവനത്തിനിട്ടൊന്ന് കൊടുക്കുകയാണ്. അതോടുകൂടി ഭുവനത്തിന് ആചാര്യ നല്ല സംശയമാകുന്നു. സത്യം പറ, അത് നിന്റെ മകനാണോ? നീയും രേണുകയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? അതിൽ ജനിച്ച കുട്ടിയാണോ അതെന്നൊക്കെ
ഭുവനം ആചാര്യയോട് ചോദിക്കുമ്പോൾ ആചാരി വല്ലാതെ ഇമോഷണൽ ആവുകയാണ്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ മനസ്സിൽ പോലും കരുതാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടു കൂടി ആചാരി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ അതേ റൂമിന്റെ പുറത്തായിട്ട് ലാവണ നിൽക്കുകയായിരുന്നു. സത്യം പറ, അച്ഛന്റെ സംശയം ശരിയല്ലേ? നിങ്ങൾക്കും അമ്മയ്ക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? അതുകൊണ്ടാണോ DNA ടെസ്റ്റ് നടത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും പേടിക്കുന്നതെന്നൊക്കെ ലാവണ ചോദിക്കുമ്പോൾ അതിന് ആചാര്യം മറുപടി പറയുന്നതേയില്ല. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ ധൈര്യമായിട്ട് DNA ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞിട്ട് ലാവണ അവിടെ നിന്ന് പോകുന്നു. അതിനൊന്നും മറുപടി പറയാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ആചാരി. അതേസമയം ഭുവനത്തിന് വീണ്ടും അസുഖം കൂടി ബോധം കിട്ടി വീണിരുന്നു. ഭുവനത്തിന്റെ അവസ്ഥ വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഭുവനത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം ആചാര്യ നൽകുന്നുണ്ട്. അതേസമയം ബംഗ്ലാവിലേക്ക് കുറച്ച് പോലീസുകാർ വരികയാണ്. ഭുവനത്തിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിരിക്കുന്നു. മൈക്കിൾ എന്ന ആളാണ് കംപ്ലൈന്റ് തന്നിരിക്കുന്നത്. മൈക്കിളിന്റെ മകനെ ഭുവനം തട്ടിയെടുത്തു എന്നാണ് കംപ്ലൈന്റിൽ പറയുന്നതെന്നും പോലീസുകാർ പറയുന്നു. അതേസമയം അവിടേക്ക് ആചാര്യ വരികയാണ്. ഭുവനം മൈക്കിളിന്റെ മകനെ തട്ടിയെടുത്തുന്നു. ഭുവനത്തിന് 2 ആൺമക്കളാണല്ലോ ഉള്ളതെന്നുള്ള കാര്യം ആചാര്യ പറയുമ്പോൾ 2 ആൺമക്കളാണുള്ളത്. പക്ഷേ അതിൽ ഇളയവൻ എന്റെ അച്ഛന്റെ മകൻ തന്നെയാണോ എന്നുള്ള സംശയം അച്ഛൻ ഇപ്പോഴും ഉണ്ടെന്നായിരുന്നു ലാവണ മറുപടി പറയുന്നത്. അതേസമയം പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കാ കാണിക്കുന്നത്. ഭുവനത്തിന്റെ ഭാര്യയെ രേണുക രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ആ കുഞ്ഞാണ് കസമ. കസമ ജനിച്ചപ്പോൾ തന്നെ കറുത്ത നിറമായിരുന്നു. അതുകൊണ്ട് ചരടുകെട്ട് ചടങ്ങിനൊക്കെ വന്ന ആളുകളെല്ലാവരും ഇത് ഭുവനത്തിന്റെ കുഞ്ഞല്ല, മറ്റാരുടേതോ ആണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. കാരണം രേണുകയും ഭുവനവും വെളുത്ത നിറമാണ്, ലാവണയും വെളുത്ത നിറമാണ്. പക്ഷേ കസമ മാത്രം കറുത്ത നിറം. അതുകൊണ്ട് മറ്റാരുടെ കുഞ്ഞാണതെന്നുള്ള കാര്യം ഭുവനവും വിശ്വസിക്കുന്നു. അന്നു മുതൽ ഭുവനത്തിന് കസമയെ ഒട്ടും തന്നെ ഇഷ്ടമേ അല്ല. വളർന്നു വലുതാകുന്തോറും ഭുവനമാണെങ്കിലോ കസമയെ തന്റെ മകനല്ലാത്ത രീതിയിലാണ് കാണുന്നത്. ലാവണയെ മാത്രമാണ് സ്നേഹിക്കുന്നതും എന്തും വാങ്ങിക്കൊടുക്കുന്നത് ലാവണയ്ക്ക് മാത്രമാണ്. എനിക്കൊന്നും തരാത്തതെന്താന്ന് കസമ ചോദിക്കുമ്പോൾ ലാവണ ഉപയോഗിച്ച് കളയുന്നത് മാത്രം നീ ഉപയോഗിച്ചാൽ മതിയെന്നായിരുന്നു ഭുവനത്തിന്റെ മറുപടിയും. ഭുവനം ഇതുവരെയും കസമയെ സ്നേഹിച്ചിട്ടേയില്ല. ആ ഒരു കാര്യം കസമയ്ക്കും നന്നായിട്ടറിയാം, രേണുകയ്ക്കും നന്നായിട്ടറിയാം. ഒരിക്കൽ കസമ തന്റെ ചേട്ടനായ ലാവണയോട് ചോദിക്കുന്നുണ്ട്, അച്ഛനെന്താ എന്നെ സ്നേഹിക്കാത്തതെന്ന്. അതിന് മറുപടിയായിട്ട് ലാവണ പറയുന്നത്, നീ ഞങ്ങളെപ്പോലെ അല്ലല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് നീ വേറെ ആരുടെയോ മകനാണെന്നാണ് അച്ഛൻ കരുതുന്നത്. ആ സംശയം ഞങ്ങൾക്കുമുണ്ടെന്നുള്ള രീതിയിലാണ് ലാവണ സംസാരിക്കുന്നത്. അത് കേട്ടതും കസമയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയും ലാവണയെ തല്ലുകയും ചെയ്യുന്നു. എന്നാൽ ഇത് ഭുവനം കാണുന്നുണ്ടായിരുന്നു. ഭുവനം ഓടി വന്നിട്ട് കസമയെ പിടിച്ചു മാറ്റിയിട്ട് എന്തിനാടാ എന്റെ മകനെ തല്ലിയതെന്ന് ചോദിച്ച് കസമയെ ഒരുപാട് വഴക്ക് പറയും. അതോടുകൂടി കസമ ആകെ തകർന്നു പോവുകയാണ്. ഇഷ്ടമല്ലാത്ത രീതിയിലാണ് കസമയോട് ഭുവനത്തിന്റെ പെരുമാറ്റമെല്ലാം. അങ്ങനെ ഇരിക്കെ ലാവണയും കൂട്ടുകാരും കൂടി ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അവിടെ കസമയുമുണ്ട്. ഞാനും കൂടി നിങ്ങളോടൊപ്പം ചേർന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, എന്തിന്, നീ ദേ ഞാൻ കളിച്ചിട്ട് കളയുന്ന കളിപ്പാട്ടമൊക്കെയുണ്ട്, അതെടുത്ത് വെച്ച് കളിക്കുവാനായിട്ടും കസമയോട് ലാവണ പറയുന്നു. അതെല്ലാം കേട്ട് കസമയ്ക്ക് വല്ലാതെ സങ്കടമാകും. കുറച്ചു നേരം കഴിഞ്ഞതും എല്ലാവരും പുഴക്കരയിലേക്ക് ഓടുക. കാരണം എന്തെന്നാൽ കസമ പുഴയിൽ ചാടിയിരുന്നു. കസമ മരണപ്പെട്ടു പോയി, രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതോടുകൂടി രേണുക ആകെ തകർന്നു പോവുകയാണ്. അന്നു മുതലാണ് രേണുക ഭുവനത്തിനോട് മിണ്ടാതായതും. തന്റെ മകന്റെ മരണാനന്തര ചടങ്ങ് നടക്കുന്ന സമയത്ത് പോലും രേണുക ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നതേയില്ല. ഇതാണ് അച്ഛന്റെയും അമ്മയുടെയും ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ള കാര്യം ലാവണ പോലീസ് ഉദ്യോഗസ്ഥനോട് തുറന്നു പറയുന്നു. എനിക്കെന്തായാലും ഭുവനത്തിനോട് സംസാരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥൻ ഭുവനത്തിനടുത്തേക്ക് എത്തുന്നു. അത്രയും നേരം ഭുവനം സുഖമില്ലാതെ കിടക്കുകയായിരുന്നല്ലോ. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടതും ഭുവനം നന്നായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഭുവനത്തിനോട് പോലീസ് ഉദ്യോഗസ്ഥൻ മൈക്കിളിന്റെ കാര്യം അവതരിപ്പിക്കുന്നു. ഈ മൈക്കിളിന്റെ കുഞ്ഞിനെ നിങ്ങൾ വാങ്ങിയെന്ന് മൈക്കിൾ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് വന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ, സാറേ, എന്റെ രണ്ടാമത്തെ മകനായ കസമ എന്റേതല്ലാന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അത് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് ദേ ഈ 2 സാമ്പിൾ ഉപയോഗിച്ചു എന്നുള്ള കാര്യം ഭുവനം പറയുന്നു. അത് കേട്ട പോലീസ് ഉദ്യോഗസ്ഥൻ, നിങ്ങൾ തരുന്ന സാമ്പിൾ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് ഞാനൊരു ടീമിനെ കൊണ്ടുവന്ന് സാമ്പിൾ എടുക്കുമെന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. എങ്ങനെയാ ആയിക്കോട്ടെ, എന്തായാലും എനിക്കത് എന്റെ കുഞ്ഞാണോ അല്ലയോ എന്നുള്ള കാര്യം അറിഞ്ഞാൽ മതിയെന്നായിരുന്നു ഭുവനത്തിന്റെ മറുപടി. അതനുസരിച്ച് അടുത്ത ദിവസം ഒരു ടീമിനെ കൊണ്ടുവന്നിട്ട് സാമ്പിൾ കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ. ഇതെല്ലാം ആ ഒരു കൊട്ടാരത്തിൽ നിന്ന് ഭുവനവും കാണുന്നുണ്ട്. റിസൾട്ട് വരുവാനായിട്ട് ഏകദേശം 3-4 ദിവസം എടുക്കും. എന്നാൽ ഭുവനത്തിന് വീണ്ടും സുഖമില്ലാതായി കിടപ്പിലാവുകയാണ്. ഭുവനത്തിന് ഏത് നിമിഷവും എന്ത് സംഭവിക്കും. ഈ റിസൾട്ട് വരുന്നതുവരെ അച്ഛന്റെ ജീവൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നിരുന്നെങ്കിൽ എന്നാണ് ലാവണ ആഗ്രഹിക്കുന്നത്. അതുപോലെയാണ് ആചാര്യയും ആഗ്രഹിക്കുന്നത്. എന്നാൽ അതേസമയം ഭുവനത്തിന്റെ മനസ്സ് പറയുന്നത്, റിസൾട്ട് വന്ന് എന്റെ മകനല്ല എന്നതറിയുന്നത് വരെ ഞാൻ എന്റെ ജീവൻ പിടിച്ചു നിർത്തും എന്നതായിരുന്നു ഭുവനം തന്റെ മനസ്സിൽ ചിന്തിക്കുന്നത്. അങ്ങനെ റിസൾട്ട് വരുന്ന ദിവസം എത്തി. ഭുവനം പഴയതുപോലെ തന്നെ എഴുന്നേറ്റിരിക്കുകയാണ്. ഭുവനത്തിന് നല്ല ആരോഗ്യം
കാര്യമുണ്ട്. ഭുവനം തന്റെ ജീവൻ പിടിച്ചു നിർത്തിയിരിക്കുന്നത് തന്നെ ഈ ഒരു സത്യം അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഭുവനവും ലാവണയും ആചാര്യയുമൊക്കെ കോടതിയിലേക്കും എത്തുന്നു. അതേ സമയമാണ് മറ്റൊരു കാര്യം നമ്മളെ കാണിക്കുന്നത്. സത്യത്തിൽ ഈ ആചാര്യാണ് പോലീസിനെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത്. മൈക്കിൾ എന്നൊരാൾ ഒരു കംപ്ലൈന്റ് കൊടുത്തുവെന്ന് ആചാര്യാണ് പോലീസിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. കാരണം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഭുവനത്തിന് കസമ തന്റെ മകനാണോ അല്ലയോ എന്നുള്ള കാര്യം അറിഞ്ഞാൽ മാത്രമേ സമാധാനമായിട്ട് മരിക്കാൻ കഴിയൂ. തന്റെ കൂട്ടുകാരന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ആചാര്യ അങ്ങനെ ചെയ്തത്. അങ്ങനെ ജഡ്ജാണെങ്കിലോ റിസൾട്ട് വായിക്കുന്നു. ജഡ്ജി പറയുന്നത് 100-ൽ 99% ഭുവനവുമായിട്ട് മാച്ച് ആകുന്നു എന്നതാണ്. അതായത് കസമ ഭുവനത്തിന്റെ മകനാണെന്ന്. പക്ഷേ ഭുവനം അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ആ ഒരു റിപ്പോർട്ട് എന്റെ കണ്ണുകൊണ്ട് കാണണം, എന്നാൽ മാത്രമേ ഞാനത് വിശ്വസിക്കൂ എന്ന് ഭുവനം പറയുന്നു. അതനുസരിച്ച് ജഡ്ജിയുടെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് ഭുവനത്തിന് വാങ്ങി നൽകുന്നു. റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് കണ്ട് ഭുവനമാണെങ്കിലോ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നൊന്നും അറിയാതെ ആ റിപ്പോർട്ട് കണ്ടതോടുകൂടി ബോധം കെട്ട് വീഴുകയാണ്. അതോടെ ഭുവനത്തിന്റെ കഥ കഴിയുന്നു. കസമ തന്റെ മകനാണെന്നറിഞ്ഞതോടുകൂടി ഭുവനം ഇത്രയും നാൾ പിടിച്ചു നിന്നത് ആ ഒരു സത്യം അറിയുവാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. അതറിഞ്ഞതോടുകൂടി ഭുവനം മരണപ്പെടുകയും ചെയ്തു. ഭുവനം മരിച്ച വിവരം രേണുക അറിയുകയാണ്. അതോടുകൂടി അത്രയും നാൾ റൂമിൽ അടച്ചിരുന്ന രേണുക റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. മരണാനന്തര ചടങ്ങുകളെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്ന സമയം അവരുടെ രാജകുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മരിച്ചു കിടക്കുന്ന ആളിന്റെ ചെവിയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വന്ന് പറയാം. ആദ്യമായിട്ട് വരുന്നത് രേണുകയായിരുന്നു. രേണുക ഭുവനത്തിനോട് പറയുന്നത്, രണ്ടാമത്തെ മകനായ കസമ നിങ്ങളുടേതാണ്, പക്ഷേ ആദ്യത്തെ മകനായ ലാവണ അത് നിങ്ങളുടെ മകനല്ല എന്ന്. അടുത്തതായി ആചാര്യാണ് വരുന്നത്. ഇത്രയും നാള് നിന്നോട് പറയാതെ മറച്ചു വെച്ചൊരു കാര്യമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നീ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും മകനല്ല, നീ ഒരു അനാഥ പയ്യനാണ്. നിന്റെ അച്ഛൻ നിന്നെ എടുത്തു വളർത്തിയതാണെന്നുള്ള കാര്യമാണ് ആചാര്യ വന്ന് പറയുന്നത്. ഇത്രയും നാൾ ഭുവനം അറിയാത്ത സത്യങ്ങളായിരുന്നു ഇതൊക്കെ. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് കാണിക്കുന്നത്. ഭുവനം രേണുകയെ പ്രപ്പോസ് ചെയ്ത സമയം രേണുക തനിക്കൊരു കാമുകനുണ്ട് എന്നുള്ള കാര്യം ഭുവനത്തിനോട് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ഭുവനത്തിന്റെ അച്ഛൻ മരിച്ചതോടുകൂടി അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ രേണുക തന്റെ കാമുകനടുത്തേക്ക് വന്നു. രേണുകയാണെങ്കിൽ അതേസമയം പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആണ്, നമുക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നുവെന്ന് കാമുകനോട് പറഞ്ഞപ്പോൾ കാമുകൻ അത് വിശ്വസിക്കുവാനായി കൂട്ടാക്കിയില്ല. നീ ഇത്രയും നാൾ ഹോം നഴ്സായിട്ട് ഭുവനത്തിന്റെ വീട്ടിലല്ലായിരുന്നോ, അവന്റെ കുഞ്ഞായിരിക്കും ഇതെന്നാണ് കാമുകൻ രേണുകയോട് പറഞ്ഞത്. സത്യത്തിൽ അത് കാമുകന്റെ കുഞ്ഞു തന്നെയാണ്. സംശയരോഗം കാരണം കാമുകൻ രേണുകയെ ഉപേക്ഷിച്ചു പോയി. ആ ഒരു സങ്കടത്തിൽ നിൽക്കുന്ന സമയത്താണ് രേണുകയ്ക്കടുത്തേക്ക് ആചാര്യ വരുന്നത്. ഭുവനത്തിന് രേണുകയെ ഇഷ്ടമാണെന്നും അവളെ തന്നെ വിവാഹം കഴിക്കണമെന്നും ഭുവനം എന്ന ആചാര്യയോട് പറഞ്ഞിരുന്നല്ലോ. അത്രയും നാൾ വിവാഹമേ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നവനാണ് രേണുകയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത്. നീ ഭുവനത്തിന്റെ വിവാഹം കഴിക്കണമെന്ന് ആചാര്യ രേണുകയോട് പറയുമ്പോൾ ഗർഭിണിയായിരുന്ന രേണുക തനിക്കതിന് താല്പര്യമില്ല എന്നുള്ള കാര്യം പറയുന്നു. ആചാര്യ അവളെ ഒരുപാട് നിർബന്ധിക്കും. അങ്ങനെയാണ് രേണുക ഭുവനത്തിന് വിവാഹം കഴിച്ചത്. പക്ഷേ രേണുകയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഭുവനത്തിൻ്റെതല്ല എന്നുള്ള കാര്യം ഭുവനത്തിന് അറിയത്തില്ലല്ലോ. അങ്ങനെയാണ് രേണുക ലാവണയെ പ്രസവിക്കുന്നതും ലാവണ തന്റെ മകനാണെന്ന് കരുതി ഭുവനം വളർത്തിയത്. രണ്ടാമത് ജനിക്കുന്ന കസമയാണ് യഥാർത്ഥത്തിൽ ഭുവനത്തിന്റെ കുഞ്ഞ്. കസമ കറുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ തന്റെ കുഞ്ഞല്ല കസമ എന്ന് ചിന്തിച്ച് ഭുവനം കസമയെ ഒരുപാട് ടോർച്ചർ ചെയ്തു. മറ്റൊരു വശത്ത് ഭുവനത്തിന്റെ അച്ഛന്റെ കഥയാണ് കാണിക്കുന്നത്. ഭുവനത്തിന്റെ അച്ഛൻ ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു. പ്രസവത്തോടുകൂടി അച്ഛന്റെ ഭാര്യയും മകനും മരണപ്പെട്ടു പോവുകയാണ്. അത് താങ്ങാനാകാതെ ഭുവനത്തിന്റെ അച്ഛൻ ആകെ ഡിപ്രഷനിലേക്ക് പോയി. എല്ലാവരും പറയുന്നത് രണ്ടാമതൊരു വിവാഹം കഴിക്കണമെന്നായിരുന്നു. പക്ഷേ തന്റെ ഭാര്യയോട് ഒരുപാട് സ്നേഹമുണ്ടായിരുന്ന ഭുവനത്തിന്റെ അച്ഛൻ വിവാഹം കഴിക്കുവാനായിട്ട് താല്പര്യം കാണിച്ചില്ല. തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ആചാര്യയുടെ അച്ഛനടുത്തേക്ക് വന്നിട്ട്, എനിക്ക് വിവാഹം കഴിക്കുവാനായിട്ട് താല്പര്യമില്ല, പക്ഷേ എനിക്കൊരു അനന്തരാവകാശി ഇല്ല എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ നാണക്കേടാണ്. എനിക്കൊരു അനന്തരാവകാശി വേണം. നീ അതുകൊണ്ട് ആരോരുമില്ലാത്തൊരു കുഞ്ഞിനെ എനിക്ക് കൊണ്ടുതരണമെന്നും ആചാര്യയുടെ അച്ഛനോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ആചാര്യയുടെ അച്ഛൻ ഭുവനത്തിനെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഭുവനം ഒരു അനാഥ പയ്യനാണെന്നോ അവൻ വേറെ ജാതിയിലോ മതത്തിലോ പെട്ടതാണെന്നോ എന്നൊന്നും ചിന്തിക്കാതെ സ്വന്തം മകനെ പോലെയാണ് ഭുവനത്തിന്റെ അച്ഛൻ അവനെ വളർത്തിയത്. സ്വന്തം ഭാര്യയ്ക്കൊരു മകൻ ജനിച്ചാൽ എങ്ങനെയാണോ വളർത്തുന്നത് അതുപോലെ. എന്നാൽ ഭുവനം സ്വന്തം മകനായ കസമയോട് എന്തെല്ലാം ക്രൂരതകൾ കാണിച്ചിരിക്കുന്നു. ദേ ഇപ്പോൾ ഭുവനം മരിച്ചു പോയിരിക്കുകയാണ്. മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുന്നു. ഇവരുടെ രാജകുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ രാജാക്കന്മാരും നെഞ്ചത്ത് കൈവയ്ക്കും. അത് മരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. ഭുവനവും അതുപോലെയാണ്
ഇടയ്ക്കിടെയാണ് നെഞ്ചത്ത് കൈവച്ചിരുന്നത്. മരിക്കുന്ന സമയത്തും നെഞ്ചത്ത് കൈവച്ചിട്ടുണ്ട്. അങ്ങനെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഭുവനം മരിച്ചതോടുകൂടി ഇനി അടുത്ത സ്ഥാനം ലാവണയ്ക്കാണല്ലോ. ലാവണ അച്ഛനെ പോലെ വേഷമൊക്കെ ധരിച്ച് അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് വന്നു നിന്ന് ഭുവനം എങ്ങനെയാണോ നെഞ്ചത്ത് കൈവയ്ക്കുന്നത് അതുപോലെ നെഞ്ചത്ത് കൈവച്ച് ആ ഒരു കുടുംബത്തിന്റെ മൊത്തം അധികാരവും സ്വീകരിച്ചുകൊണ്ടാണ് ലാവണ അവിടെ നിന്ന് പോകുന്നത്. അതോടുകൂടി സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.